കോഴിക്കോടുകാരിയാണെങ്കിൽ കോഴിക്കോടിലെ പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടാ തോന്നും ഞാൻ ഏതോ ചുരമൊക്കെ കേറി പോവാണെന്ന്. അല്ല, നമ്മളെ കോഴിക്കോടുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്കാട്ടോ ഞാൻ പോകുന്നത്. കയ്യും കാലൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ ആശ്രമത്തിലേക്ക് കേറാൻ. മക്കളും ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനൊരു ആശ്രമത്തിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. താമര വിരിഞ്ഞ് കിടക്കുന്ന പോലെയാണ് ആ ആശ്രമം പണിതിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഇന്റീരിയർ വർക്ക് അടിപൊളിയാണ്. ആദ്യമൊക്കെ നിൽക്കാനും ഇരിക്കാനും ഒന്നും നേരമില്ലായിരുന്നു. ഓടാനായിരുന്നു ട്ടോ നേരം. അതിൻ്റെ ലൈറ്റിംഗ് വർക്ക്, അതുപോലെ അവിടുത്തെ വ്യൂ, ഒരു 4 മണി 5 മണി സമയത്ത് വേണം അവിടേക്ക് പോവാൻ. അപ്പം നല്ല സുഖം ഉണ്ടാവും, നല്ല കാറ്റായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ അടുത്ത് തന്നെ ചെറിയൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ദോശ, എണ്ണക്കടികൾ, പാനിപൂരി, പിന്നെ ഈ പൊട്ടറ്റോൻ്റെ സ്റ്റിക്ക്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ഇതാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു രസമുള്ളൊരു യാത്രയായിരുന്നു. ഒരുപാട് ക്ഷീണമൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് സുഖമായിട്ട് പോയി വരാൻ കഴിഞ്ഞു. ഇനി നിങ്ങളും ഒന്ന് പോയി നോക്കൂ കേട്ടോ. അതുവരെ ബൈ ബൈ.